ശത്രുക്കൾ ഒരുപാട് എനിക്കുണ്ട്. പക്ഷേ വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്ന് പണി തരാനുള്ള ശത്രുതയൊന്നും ആർക്കുമില്ല. ഇത് അച്ഛന്റെ നേരെ വന്ന പണി തന്നെയാണ്. ഈ വൃദ്ധ ബ്രാഹ്മണനോട് ആർക്ക് എന്ത് ശത്രുത തോന്നാനാ? അച്ഛനൊരു പരിശുദ്ധാത്മാവായതുകൊണ്ട് തോന്നണേണ്. എന്റെ ബലമായ അഭിപ്രായം അന്നത്തെ ആക്സിഡന്റ് ഉണ്ടല്ല, അത് പണി തന്നെയാണ്. അച്ഛന്റെ കൂടെ ആ മാനേരാണെന്ന് പറഞ്ഞ് നടക്കണ ആ ഉണ്ടക്കണമുണ്ടല്ല കേപ്പിമർ, അവനെങ്ങനെയാണ്? എന്താണ് അവന്റെ പേര്? പൂയൻകുട്ടിയ. ശിവൻകുട്ടി. എന്ത് ശവൻകുട്ടിയാണെങ്കിലും ശരി, അവന്റെ മേത്തൊരു കണ്ണുള്ളത് നല്ലതാ. അവന്റെ ആ പാവത്തും ആത്മാർത്ഥവും ഒക്കെ ഓവറാക്റ്റാ. താൻ എന്തായി പറയുന്നേ? ഒരു വലിയ തകർച്ചയിൽ നിന്ന് എന്നെ ഇതുവരെ എത്തിച്ച എന്റെ മണിശങ്കറിന്റെ മക്കളാ ശിവനും ഗായത്രിയും. രോഗശീയെ കിടക്കുമ്പോ അവരെ എന്നെ ഏൽപ്പിച്ചിട്ട് അയാൾ കണ്ണടച്ചത്. അവരെനിക്ക് എന്റെ സ്വന്തം മക്കളെ പോലെയാ. ഈ വീടൊഴികെ എനിക്കുള്ള സകല സ്വത്തുക്കളും അവരുടെ പേർക്കാ എഴുതി വെച്ചിരിക്കുന്നത്. സംഗീതം കൊണ്ട് നേടിയതെല്ലാം സംഗീത ലോകത്തേക്ക് എന്നെ തിരികെ കൊണ്ടുവന്ന മണിശങ്കറിന്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് തോന്നി. അയാളുടെ ആത്മാവിന്റെ മുമ്പിൽ വെക്കാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ അതല്ലേ? പിന്നെ വേറെ ആരായിരിക്കും? അച്ഛനീ സംഗീത ലോകത്ത് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? യേശുദാസ്, ജാനകി, അങ്ങനെ അസംബന്ധം പറയാതെ അവരൊക്കെ സരസ്വതി കടാക്ഷമുള്ളവരാണ്. സംഗീതം തപസ്യാക്കിയവർക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല. ഈ ബോംബെ രവി, ആർ ഡി ബർമൻ, അവരൊക്കെ എങ്ങനെയാണ്? പേര് കേട്ടാ കുഴപ്പമാണോ? ആ, താമ്പുകൾ ഉറങ്ങാൻ നോക്ക്. പിന്നെ ആരാ? ചെല്ലേ. അയാളൊക്കെ അങ്ങനെ ചെയ്യൂ. കുഞ്ഞെ നാളെ പോവാണല്ലേ? പോകാതെ പറ്റില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെ വരാല്ല. ഈ അവസരത്തില് അച്ഛനെ തനിച്ചാക്കിയിട്ട് പോകുന്നത് ബുദ്ധിയാണോ? അച്ഛന്റെ പിന്നാലെ നിഴല് പോലെ ഏതോ ഒരു ശത്രു ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വലുതാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ധൈര്യമുണ്ട്. എനിക്കെന്തോ ഭയം തോന്നുന്നു. അച്ഛന്റെ മരണം ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. 2.5 കോടിയോളം വരുന്ന സ്വത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? തിരുമേനിയുടെ കാലശേഷം ഇതൊക്കെ എന്റെ കയ്യിലേക്ക് വരുമ്പോഴേക്കും കടക്കാരെല്ലാം കൂടി എന്നെ കൊത്തിപ്പറിച്ച് തിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ചെക്കേഴ്സ് പെട്ട് അകത്തായിട്ടുണ്ടാവും. നീയൊക്കെ കൂടിയാ ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ കണ്ട നഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ചത്. നീ ഒന്ന് സമാധാനപ്പെട്. കാര്യങ്ങളൊക്കെ ഉടനെ ശരിയാകും. നിന്റെ എല്ലാ ബാധ്യതകളും തീരും. ഒരു വിധത്തിലും പാഴാകാത്തൊരവസരം. അങ്ങനെ ഒരു കെണിയൊരുക്കിയിട്ടേ ഇനി നീങ്ങും. സൂക്ഷിക്കണം. ഇക്കാര്യത്തിൽ ഒരു കുഞ്ഞു പോലും നമ്മളെ സംശയിക്കാൻ പാടില്ല. മറ്റെങ്ങോട്ടെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടണം. വല്ല രാഷ്ട്രീയമോ മതവൈരാഗ്യമോ എന്നൊക്കെ തോന്നാൻ പാടുള്ളൂ. കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യണം. ഒന്നോർത്താ കഷ്ടാണ്. ഒരു സാധു മനുഷ്യനാ. പക്ഷെ എന്ത് ചെയ്യാനാ? ദേ ഇപ്പം മകനെന്നും പറഞ്ഞ് ഒരുത്തം വന്ന് കയറിയിട്ടുണ്ട്. ഇനി മനസ്സ് മാറി എല്ലാം അവൻ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ ഇതുവരെ ഇല്ലാതിരുന്ന ബന്ധങ്ങളൊക്കെ അടുത്തു തുടങ്ങി. ഇനി പിണക്കമൊക്കെ മാറി അവന്റെ തള്ള എപ്പോഴാ കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ? ബാബയുടെ അച്ഛന്റെ മനയിലേക്ക്. ബെല്ലടിക്കണുണ്ട്, എടുക്കണില്ല. ഈ അമ്മ ഇതവിടെ പോയി കിടക്കണം. ഇനി വാവാച്ചിനെ കാണാത്ത വിഷമത്തിന് വല്ല സെക്കൻഡ് ഷോയും പോയിരിക്കോ? ഏയ്, ബാവേ, 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 എടാ ഇറങ്ങി വരാൻ. എന്റെ അമ്മേടിയടാ അമ്മ.
ഞാൻ അമ്മേനെ അങ്ങാട്ട് വിളിച്ചോണ്ടിരിക്കായിരുന്നു. നീ നിന്റെ ബാഗെല്ലാം എടുത്ത് വേഗം വണ്ടി കയറ്. അമ്മേ ഞാനിപ്പോ വന്നാ ശരിയാകലമ്മേ. ഒന്നും പറയണ്ട, നീ വരണം. ഇപ്പൊ ഈ നിമിഷം എന്റെ കൂടെ വരണം. അമ്മേ ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മാത്രം മതി. വേഗം വണ്ടി കയറ്. വക്കീലമ്മേ അതല്ല, അച്ഛനെ ഇവിടെ തനിച്ചാക്കിട്ട് വാവിച്ചിന് ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം വക്കീലമ്മേ. ഇക്കാലം അത്രയും ഇവനെ കാണാതെ ജീവിച്ച അച്ഛന് ഇനി ഇവനെ കാണാതെ ജീവിക്കാൻ അറിയാം. പക്ഷേ എനിക്കതിന് കഴിയില്ലടാ. ഇത്രയും ദിവസം ഞാൻ എങ്ങനെ കഴിഞ്ഞെന്ന് നിനക്കൊന്നും അറിയില്ല. ബാബേ, നിന്റെ അമ്മയെ വിളിക്കുന്നേ, വന്ന് വണ്ടി കയറ്. അമ്മക്ക് കള്ള് തലക്ക് പിടിച്ചിരിക്കാണ്, അതുകൊണ്ടാണ് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്. നീ വരുന്നോ ഇല്ലയോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി. അമ്മ ഇപ്പൊ അച്ഛനെ തനിച്ചാക്കിട്ട് വന്നാ ശരിയാകല. എങ്കിൽ നീ വരണ്ട. നീ ഇനി ഒരിക്കലും ഈ അമ്മയുടെ അടുത്തേക്ക് വരണ്ട. അമ്മ മേലിൽ നീ ആ വീടിന്റെ പടി ചവിട്ടി പോരുത്. വണ്ടി എടുക്കണോ? അമ്മ ഞാനൊന്ന് പറയട്ടമ്മേ. അമ്മേ ഞാനൊന്ന് പറയണമെന്ന് കേക്കമ്മേ. അമ്മേ വണ്ടി എടുക്കണ. അമ്മേ അമ്മേ എടാ പീതാമ്പര, എടാ വണ്ടി നിർത്താൻ. എടാ. ഈ അച്ഛന് വേണ്ടി താൻ തന്റെ അമ്മയെ വേദനിപ്പിക്കരുത്. താനില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരിക്കൽ താൻ നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോ സ്വയം ജീവനെടുക്കാൻ വരെ തയ്യാറായതാ അവര്. അതുകൊണ്ട് താൻ അവരുടെ അടുത്തേക്ക് തന്നെ പോണം. നിനക്കിവിടെ എന്തിന്റെ കുറവാ? പറഞ്ഞ അനുസരണ വേണം. നീ ചോദിക്കുന്ന ശമ്പളവും നിന്റെ കുട്ടികളുടെ പഠിപ്പിന്റെ ചെലവൊക്കെ ഞാൻ നോക്കുന്നില്ലേ? എന്നിട്ട് നിനക്കൊക്കെ പോരാൻ തോന്നുന്നെങ്കിൽ പൊയ്ക്കോ. എനിക്കിവിടെ ആരും വേണ്ട. എല്ലാരും പൊയ്ക്കോ. വക്കീലമ്മേ, എന്താടാ? വർഷാപ്പ് വരെ ഒന്ന് പോണായിരുന്നു. പൊയ്ക്കൂടെ? ഇനി ആർക്കും എവിടെ വേണമെങ്കിലും പോ. എന്നോട് ആരും അനുവാദം ചോദിക്കണമെന്നില്ല. ഈ വക്കീലമ്മയ്ക്ക് ഇതെന്താ പറ്റി? ഒന്നും മിണ്ടണ്ട. വാവ വരാത്തോണ്ടുള്ള ദേഷ്യ. പിന്നെ നിന്റെ ഒരു ശ്രദ്ധ പ്രത്യേകം അങ്ങോട്ട് വേണം. ചില ദുർബുദ്ധികളെ കാണിച്ചിട്ടുള്ള ആളാ. മമ്മി പടിയുമ്പോ ചോട്ടില്ലേ ഈ വീടിന്റെ പടി ചോട്ടി പോരുന്നല്ലേ വക്കീലമ്മ പറഞ്ഞേക്കണത്. അടിപൊളിയായിട്ടുണ്ട്. അമ്മേ, അമ്മ പറഞ്ഞ പോലെ വീടിന്റെ പടി ചവിട്ടാതെയാണ് വാവ അകത്താട്ട് കയറിക്കണത്. നീ അമ്മേനെ അനുസരിച്ചില്ലെന്ന് വേണ്ട. അമ്മയുടെ തടിമാട വാവ. കയ്യെന്ന് വിടുക. എനിക്കിനി കാണേണ്ടതിന്നെ. പോവാൻ പൊയ്ക്കോ. എന്റെ കണ്ണും ഇത് പൊയ്ക്കോ. പൊയ്ക്കോടാ പോത്ത, പൊയ്ക്കോ. നീ എന്നെ വിട്ടുപോയാ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മ എന്താണ് അമ്മ ഈ പറയുന്നത്? അമ്മയുടെ വാവ അമ്മേനെ വിടച്ചും പോവുക. അയ്യയ്യേ, ഈ കണ്ണീര് സീരിയൽ കണ്ട് വക്കീലമ്മ ചിന്തായി പോയാ. കേരള ഹൈക്കോടതിന്റെ കിടുകിട ഉറപ്പിച്ച മറിയാമ്മ വക്കീലാണ് അറിയണത്. ഒന്ന് ചിരിച്ചൊന്ന് പ്ലീസ് ചിരിക്കാൻ. ഒന്ന് പോടാ. അമ്മേ, ഞാൻ അച്ഛന്റെ അടുത്ത് വരാൻ വയ്യത് എന്താണെന്നറിയോ? അച്ഛൻ ആരാണ്ട് ആക്രമിച്ചു കൊല്ലാൻ നോക്കി. ആ ദൈവഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. ഇനി ചിലപ്പോ അവരെന്തെങ്കിലും അമ്മ വന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പൊ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി അമ്മയാണ് കേട്ടാ. വേണം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു. തീർച്ചയായിട്ടും. ബാവേ, ബാവേ നിക്ക്. അച്ഛനകത്തോട്ട് വിളിയമ്മേ. പെറ്റിയെടുക്കുന്ന പെണ്ണിന് കല്യാണം ആലോചിച്ച് ചെന്നത് പട്ടാളക്കാരനെ ഭർത്താവ് അറിയാതിരുന്നാ മതി. പിന്നെ മാനനഷ്ടത്തിന് കേസ് വേറെയും. ഇവനാണ് ചവിട്ടി കൊല്ലേണ്ടത്. ആ കഴിഞ്ഞ കൊല്ലം വരെ ആ പെണ്ണ് ബാച്ചിലറായിരുന്നു. ഒരു കൊല്ലം കൊണ്ട് കല്യാണം കഴിച്ച് പ്രസവിക്കാൻ പറ്റുന്ന എനിക്കറിയാൻ പാടണ്ട. ആ പെറ്റ പെണ്ണ് പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മുളന്തിരത്തിലൊരു പെണ്ണുണ്ട്. ഇന്നലെ വരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ ഉറപ്പുവരാ.
പിന്നെ അറിയപ്പെടുന്ന രീതിയിൽ കുട്ടികളുമില്ല. നല്ല ഉഗ്ര ഫാമിലിയാ. പക്ഷേ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഇല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോ പെണ്ണ് പെൻഷൻ പറ്റി പിരിഞ്ഞു പോകും. എടാ എന്റെ ബാബുജി, എന്റെ കൈ കൊണ്ട് തന്നെ ചത്തോളാം നീ വല്ല നേരത്തെ ഇതാണ് ഞാൻ പെണ്ണ് കളിക്കാൻ കൊണ്ടുപോകത്ത്. എന്നെ ഈ പ്രായത്തിൽ പൊട്ടം കളിപ്പിക്കണമെന്ന് അമ്മക്കും അച്ഛനും വല്ല നിർബന്ധമുണ്ടാ? ഞാൻ ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. എനിക്കൊരു പെണ്ണും വേണ്ട പിഴക്കൊഴിയും വേണ്ട. ഏയ് തന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. താ ഇവിടെ ഒന്നിരിക്ക പറയട്ടെ. ആ ഇരിക്കണോ. അടുത്ത ആഴ്ച മാമോദിസ മുങ്ങി പള്ളിപ്പെരുന്നാൾ നടത്തി കഴിഞ്ഞാൽ ഉടനടി തന്റെ വിവാഹം. പാലത്തറയിലെ റോസ്മേരിയെ നീ കണ്ടിട്ടുള്ളല്ലേ? ആ കുട്ടി എങ്ങനെയാ? അതിന് പൊക്കമില്ല. പൊക്കം നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയെങ്കിലും വേണ്ടേ? അല്ല ബാബുജി, നമുക്ക് കൈതമലയിലെ ആലീസായാല. അവള് നിന്നെ പോലെ കാക്കക്കറമ്പയല്ലടാ കരിവണ്ടേ. നിറം നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയെങ്കിലും വേണം. മായിത്തറയിലെ സെലീനയോ? അയ്യോ, അവക്ക് ആകപ്പാടെ ഈ എരിവാരി പോലെ ഇത്തിരിക്കോളം മുടിയേ ഉള്ളൂ. മുടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാഡീസിന്റെ അത്രയും മുടി വേണമെന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ്. എന്നാ പിന്നെ തനിക്ക് ഈ ഗ്ലാഡിസിനെ തന്നെ വിവാഹം ചെയ്തൂടെ? എനിക്ക് ഓഫീസ് വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ആ കുട്ടി ധൈര്യമായിട്ട് പൊക്കോളൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പോയിക്കോളാം. ആ, അല്ല എന്താ സീനിയർ വക്കീലൊന്നും മിണ്ടാത്തത്? തനിക്ക് ആ കുട്ടി ഇഷ്ടമല്ലാന്നുണ്ടോ? ഗ്ലാഡീസ് നമ്മുടെ മോളായി വരുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ അവള് പുലിക്കാട്ടിലെ വക്കച്ചന്റെ മകളാ. അവരിനി ചിലപ്പോ... അതെ, ഈ പുലിക്കാട്ടിലെ വക്കച്ചനും ഈ വക്കീലുമായിട്ട് കുറെ നാളായിട്ട് നല്ല സ്നേഹത്തിലാണ്. നമ്മുടെ വാവച്ചിയാണെങ്കിൽ ഇടി പഠിച്ച് തന്നെ ഗ്ലാഡീസ് വക്കീലിന്റെ ആങ്ങളെ മരം നെഞ്ചെത്തുന്നു. ആ വീട്ടിൽ പെണ്ണാലേക്ക് ചെന്നാലേ നമ്മുടെ ബുഷിന്റെ മോള സദാം ഹുസൈന്റെ മോന് പെണ്ണുകളെ ചെന്നോട്ടിരിക്കും. പരസ്പരം സംസാരിച്ചാൽ തീരാത്ത പരിഭവവും പിളക്കൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് സംസാരിക്കാം. ഇതിന്റെ ഇടയിൽ ഒരു കോഫി എല്ലാം ആയിട്ട് വേണമെങ്കിൽ എനിക്ക് നിൽക്കാമായിരുന്നു. പക്ഷെ ഞാനൊരു ഹോമിയോ മരുന്ന് കഴിക്കണ്ടേ, കോഫി കൈ കൊണ്ടോണം പറഞ്ഞല്ലോ. ആ ഇനിയിപ്പോ അവർ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലാന്നിരിക്കട്ടെ, താൻ പേടിക്കണ്ട. തനിക്ക് വേണ്ടി ഈ അച്ഛൻ ഒരു തെമ്മാടിത്തരം കൂടെ കാണിക്കും. തന്റെ ഈ അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് പോലെ അച്ഛൻ ആ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ വിവാഹം നടത്തി തരും. ഏതായാലും ആദ്യം മര്യാദയുടെ വഴി. നാട്ടുനടപ്പനുസരിച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ നമ്മൾ നേരെ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലും.